RLSPക്ക് പിന്നാലെ അപ്നാദളും NDA വിടാൻ ഒരുങ്ങുന്നു. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ പരിപാടികളിൽ നിന്ന് പാർട്ടി പ്രതിനിധികളെ ബോധപൂർവം ഒഴിവാക്കുന്നതിലും കൂടുതൽ സീറ്റുകൾ നൽകണം എന്ന ആവശ്യം പരിഗണിക്കാത്തതിലും പ്രതിഷേധിച്ചാണ് പാർട്ടി സഖ്യം വിടാൻ ഒരുങ്ങുന്നത്. ഉത്തർപ്രദേശിൽ SP-BSP സഖ്യം വന്നാൽ NDAക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കില്ലെന്ന കണക്കുകൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. ഈ ആശങ്ക BJPയെ അലട്ടുന്നതിന് ഇടയിലാണ് ഘടകകക്ഷിയുടെ പുതിയ നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAയുടെ പരാജയം മുന്നിൽ കണ്ടാണ് അപ്നാദളും മുന്നണി വിടാനുള്ള ആലോചന സജീവമാക്കിയത്. ഉത്തർപ്രദേശിൽ BJPയുടെ ജൂനിയർ സഖ്യകക്ഷിയാണ് അപ്നാദൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പരിപാടികളിൽ നിന്ന് അപ്നാദൾ പ്രതിനിധികളെ ഒഴിവാക്കുന്നത് തുടർക്കഥയായതോടെയാണ് ദളിന്റെ നീക്കം. കേന്ദ്രമന്ത്രിസഭയിലെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് സഹമന്ത്രിയായ അപ്നാദൾ നേതാവ് അനുപ്രിയ പട്ടേലിനെ പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും പരിപാടികളിൽ നിന്നും തുടർച്ചയായി ഒഴിവാക്കുന്നു. ഉത്തർപ്രദേശ് BJPയുടെ ഈ രീതി തിരുത്താൻ കേന്ദ്ര നേതൃത്വം തയ്യാറായില്ലെങ്കിൽ BJPക്ക് ഉത്തർപ്രദേശിൽ വലിയ വില നൽകേണ്ടി വരുമെന്നാണ് അപ്നാദൾ അധ്യക്ഷൻ ആശിഷ് പട്ടേലിന്റെ മുന്നറിയിപ്പ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 2 സീറ്റുകളിലും അപ്നാദൾ വിജയിച്ചിരുന്നു. ഇത്തവണ കൂടുതൽ സീറ്റുകൾ വേണമെന്നാണ് ദളിന്റെ ആവശ്യം. എന്നാൽ ഈ അവകാശവാദത്തോട് BJP അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. മുന്നണി വിടാനുള്ള അപ്നാദളിന്റെ നീക്കത്തിന് ഇക്കാരണവും വേഗത പകരും. ഉത്തർപ്രദേശിലെ മറ്റൊരു NDA സഖ്യകക്ഷിയായ SBSBയും BJP സമീപനത്തിൽ തൃപ്തരല്ല എന്ന് ആശിഷ് പട്ടേൽ പറയുന്നു. BSP-SP സഖ്യം വന്നാൽ NDAക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന സർവേ ഫലം പറയുന്നു. ഇതിനിടെയാണ് ഉത്തർപ്രദേശിൽ തന്നെ NDAക്ക് വിള്ളലുണ്ടാകുന്നത്. ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടാൻ സാധിക്കില്ലെന്ന് ഉറപ്പായ BJPക്ക് സഖ്യകക്ഷികളും മുന്നണി വിട്ടാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുന്ന പ്രഹരം ചെറുതായിരിക്കില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. 4 പാർട്ടികളെ യോജിപ്പിച്ചുകൊണ്ട് LDF വിപുലീകരിക്കാൻ തീരുമാനിച്ചു. കേന്ദ്രത്തിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ യോജിച്ച് പോരാടുമെന്നും LDF കൺവീനർ A. വിജയരാഘവൻ അറിയിച്ചു. തിരുവനന്തപുരത്ത് ചേർന്ന LDF യോഗത്തിലാണ് മുന്നണി വിപുലീകരിക്കാൻ തീരുമാനിച്ചത്. 4 പാർട്ടികളെ ഉൾപ്പെടുത്തിയാണ് മുന്നണി വിപുലീകരിച്ചത്. ലോക് താന്ത്രിക് ജനതാദൾ വീരേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി, INL, നമ്മുടെ കേരള കോൺഗ്രസിന്റെ ഭാഗമായി നിന്നിരുന്ന ജനാധിപത്യ കേരള കോൺഗ്രസ്, അതോടൊപ്പം തന്നെ ശ്രീ ബാലകൃഷ്ണ പിള്ളയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് B, ഈ 4 രാഷ്ട്രീയ പാർട്ടികളെ മുന്നണിയുടെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉൾക്കൊള്ളിക്കുക എന്നതാണ് ഇന്നെടുത്തിട്ടുള്ള തീരുമാനം. കേരള കോൺഗ്രസിൽ നിന്ന് ഭിന്നിച്ചു വന്ന പാർട്ടിയാണ് ജനാധിപത്യ കേരള കോൺഗ്രസ്. ഫ്രാൻസിസ് ജോർജാണ് നേതൃത്വം നൽകുന്നത്. R. ബാലകൃഷ്ണപിള്ളയാണ് കേരള കോൺഗ്രസ് Bയുടെ നേതൃത്വം. പാർട്ടിയുടെ പ്രതിനിധിയായി KB ഗണേഷ് കുമാറാണ് നിയമസഭയിലുള്ളത്. മതനിരപേക്ഷ നിലപാടെടുത്ത് മുസ്ലിം ലീഗിൽ നിന്ന് ഭിന്നിച്ചു വന്ന പാർട്ടിയാണ് INL. 4 നൂറ്റാണ്ടായി LDFുമായി സഹകരിക്കുന്ന പാർട്ടിയാണ് INL. ദേശീയതലത്തിൽ ശരത് യാദവും വീരേന്ദ്രകുമാറും നയിക്കുന്ന ലോക് താന്ത്രിക് ജനതാദളിന് MV ശ്രേയാംസ് കുമാറാണ് കേരളത്തിൽ നേതൃത്വം നൽകുന്നത്. CK ജാനു നേതൃത്വം നൽകുന്ന പാർട്ടി ഉൾപ്പെടെ മറ്റു ചില പാർട്ടികളും LDFുമായി സഹകരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. മറ്റു ചില പാർട്ടികൾ ഇപ്പോൾ തന്നെ സഹകരിക്കുന്നുമുണ്ട്. 4 പാർട്ടികളെ മുന്നണിയിൽപ്പെടുത്തുന്ന കാര്യത്തിൽ മാത്രമാണ് ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായതെന്നും LDF കൺവീനർ A. വിജയരാഘവൻ പറഞ്ഞു. മന്ത്രിസഭാ പുനഃസംഘടന ഇപ്പോൾ ചർച്ച ചെയ്തിട്ടില്ലെന്നും വിജയരാഘവൻ വ്യക്തമാക്കി. കേരളത്തിന്റെ സാമൂഹ്യ മുന്നേറ്റങ്ങളെ പിന്നോട്ടടിക്കുന്ന വിധത്തിൽ BJPയും കോൺഗ്രസും നിലപാടെടുക്കുകയാണെന്ന് വിജയരാഘവൻ കുറ്റപ്പെടുത്തി. LDF സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനാണ് BJPയുടെ ശ്രമം. അതിന് പ്രതിപക്ഷം കൂട്ടുനിൽക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്ത്രീവിരുദ്ധ രാഷ്ട്രീയമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് കോൺഗ്രസ് പിന്തുണ കൊടുക്കുകയുമാണ്. ഏറെ അപകടകരമായ ഈ സ്ത്രീവിരുദ്ധത കാണാതിരിക്കാൻ കഴിയുകയില്ല. കേരളത്തെ ഫ്യൂഡൽ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകാനാണ് അവർ ശ്രമിക്കുന്നതെന്നും വിജയരാഘവൻ കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. LDFിലെത്തിയ കക്ഷികളുടെ നേതാക്കളുടെ പ്രതികരണത്തിലേക്ക്. ഞങ്ങൾ LDFിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഔപചാരികമായി LDF വന്നില്ലെങ്കിൽ ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റികൾ, അവരുടെ ജില്ലാ കമ്മിറ്റികളെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ LDFിൽ ഇല്ല എന്നൊരു ധാരണ ഇതേവരെ ഉണ്ടായിരുന്നിട്ടില്ല. LDFിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇനി അത് തുടരുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. സ്ഥാനമാനങ്ങളൊന്നും പ്രശ്നമല്ല. ആശയപരമായി കൂടുതൽ യോജിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് തിരിച്ചു വന്ന സന്തോഷമുണ്ട്. ഒരു സീറ്റിൻ്റെ പേരൊന്നും നല്ല പറയുന്നത് ഞാനിത് കാണുന്നത് ഇന്ത്യൻ പോളിറ്റിക്സിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ പറ്റിയാണ്. അങ്ങനെയൊക്കെ നിൽക്കുന്നൊരു ഘട്ടത്തിലാണ് ഇടതുപക്ഷ മുന്നണിയിലേക്ക് ഞങ്ങൾ പോകുന്നത്. അത് വലിയ സന്തോഷമുണ്ട്. കഴിഞ്ഞ 2.5 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്ക് ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടിയിരിക്കുന്ന ഈ വലിയൊരു അംഗീകാരമാണ് ഇടതുപക്ഷ മുന്നണിയിലെ ഘടകകക്ഷിയാക്കുവാനുള്ള തീരുമാനം. ഈ തീരുമാനത്തെ ഞങ്ങളുടെ പാർട്ടി അങ്ങേയറ്റം സന്തോഷത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. സംസ്ഥാനത്തും ദേശീയ തലത്തിലുമൊക്കെ വരാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റങ്ങളിലുമൊക്കെ
ഞങ്ങളുടെ കഴിവും സംഘടനാശേഷിയും അനുസരിച്ച് ഞങ്ങളുടേതായിട്ടുള്ളൊരു പങ്ക് ഞങ്ങൾ വഹിക്കും. അതിന് ഞങ്ങളെ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത് തീർച്ചയായിട്ടും വളരെ വലിയ ഉത്തേജനം പകരുന്ന ഒരു നടപടിയാണ്. അതിനെ ഞങ്ങൾ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. വളരെ ശക്തമായി ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്ന, പ്രബലപ്പെടുത്തുന്ന ദൗത്യവുമായി ഞങ്ങൾ മുന്നോട്ടു പോകും. ശബരിമലയിൽ ഇതുവരെ 32 ലക്ഷം തീർത്ഥാടകർ എത്തിയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വരുമാനം കുറഞ്ഞു. തീർത്ഥാടനം അട്ടിമറിക്കാൻ ശ്രമം നടന്നു. പോലീസ് ആത്മസംയമനത്തോടെ ഇടപെട്ടുവെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. ഗവൺമെന്റ് നടത്തിയിട്ടുള്ള ആ ക്രമീകൃതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ മണ്ഡലകാലം മുമ്പോട്ട് കൊണ്ടുപോകാൻ, ഈ കഴിഞ്ഞ 41 ദിവസക്കാലം മുമ്പോട്ട് കൊണ്ടുപോകാൻ വളരെയേറെ സഹായിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ തീർത്ഥാടനം അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട്. വളരെ ആത്മസംയമനത്തോടു കൂടിയിട്ടാണ് പോലീസ് ഇക്കാര്യങ്ങൾ ഇടപെട്ടത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇവിടെ വരുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തെ സംബന്ധിച്ച് രസകരമായിട്ടുള്ള കണക്കുകളാണ് വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നേരത്തെ ഒരു പ്രസിഡന്റ്, പഴയൊരു പ്രസിഡന്റ് ഏകദേശം 1 കോടിയോളം ആളുകൾ വന്നു എന്നൊരു കണക്ക് ഒരു കുറച്ച് നാൾ മുമ്പ് പറഞ്ഞു. അപ്പോൾ തൊട്ടടുത്ത് വന്ന പ്രസിഡന്റ് ഇതിനേക്കാൾ കുറഞ്ഞു എന്ന് പറയുന്ന ഒരു മോശമായതുകൊണ്ട് അദ്ദേഹം 1.5-ക്കും 2 കോടിക്കും ഇടയ്ക്ക് ആൾ വന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ സമരവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില ആളുകൾ അത് 4 കോടിയായിട്ട് പ്രഖ്യാപിക്കുന്ന അവസ്ഥ. ഇപ്പം 5 കോടി വരെ എത്തി നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത് കഴിഞ്ഞ വർഷം ശബരിമലയിൽ എത്തിച്ചേർന്ന ഭക്തജനങ്ങളുടെ എണ്ണം 68 ലക്ഷമാണ്. അത് ഇപ്രാവശ്യം ഇതുവരെ 30 ലക്ഷത്തിലധികം വന്നു കഴിഞ്ഞു. ഇത് നമ്മളൊരു കണക്ക്, ഇല്ലാത്ത കണക്ക് പറഞ്ഞ് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ദേവസ്വം ബോർഡ് ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു അനാവശ്യമായ കണക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഒരു സാഹചര്യവും നിലവിലില്ലാത്തത് കൊണ്ടാണ് യഥാർത്ഥ കണക്ക് ഞങ്ങൾ പറയുന്നത്. ശബരിമല വിധി വേഗം തീർപ്പാക്കിയ കോടതി എന്തിന് അയോധ്യ കേസ് തീർപ്പാക്കുന്നതിൽ മടി കാണിക്കുന്നുവെന്ന് കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ്. അയോധ്യ കേസ് വേഗത്തിൽ തീർപ്പാക്കാൻ സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. എന്നാൽ ശബരിമല യുവതീ പ്രവേശ വിധി നടപ്പിലാക്കാതിരിക്കാൻ ശ്രമിക്കുന്ന BJPയുടെ ഇരട്ടത്താപ്പ് നയമാണ് അയോധ്യ വിഷയത്തിൽ വ്യക്തമാകുന്നത്. രവിശങ്കർ പ്രസാദിന്റെ പ്രസ്താവന നിർഭാഗ്യകരമാണെന്ന് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് പ്രതികരിച്ചു. ശബരിമല കേസ് വേഗം തീർപ്പാക്കിയതുപോലെ അയോധ്യ കേസും ഉടൻ തീർപ്പാക്കണമെന്നാണ് കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശബരിമല വിധിയെ ആദ്യം സ്വാഗതം ചെയ്ത BJP അവസരവാദ രാഷ്ട്രീയത്തിലൂടെ കാലുമാറി. എന്നാൽ അയോധ്യയിൽ വ്യക്തമായ ഇരട്ടത്താപ്പ് നയം കൈക്കൊണ്ടിരിക്കുകയാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം. രാമക്ഷേത്ര നിർമ്മാണം വാഗ്ദാനം ചെയ്ത് അധികാരത്തിൽ കയറിയ BJP സർക്കാരുമായി ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ സഹകരിക്കില്ലെന്ന് ശിവസേനയും സംഘപരിവാർ സംഘടനകളും വ്യക്തമാക്കിയിട്ടുണ്ട്. 2019 തെരഞ്ഞെടുപ്പിൽ ശിവസേനയും സംഘപരിവാർ സംഘടനകളും സഹകരിച്ചില്ലെങ്കിൽ BJPയുടെ കാര്യം കൂടുതൽ പ്രതിസന്ധിയിലാവും. ഈ സാഹചര്യത്തിലാണ് BJP സംഘപരിവാർ സംഘടനകളെ പ്രീതിപ്പെടുത്തൽ നയം സ്വീകരിച്ചിരിക്കുന്നത്. BJPയുടെ അഭിഭാഷക സംഘടനയായ അഖില ഭാരതീയ അധിവക്ത പരിഷത്തിന്റെ 15ാം സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു രവിശങ്കർ പ്രസാദ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് MR ഷാ, അലഹബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഗോവിന്ദ് മത്തൂർ എന്നിവരും വേദിയിൽ സന്നിഹിതരായിരുന്നു. അതിനിടെ രവിശങ്കർ പ്രസാദിന്റെ പ്രസ്താവന നിർഭാഗ്യകരമാണെന്നും കേസിൽ കോടതിയെ സമ്മർദ്ദത്തിലാക്കുന്നത് അവസാനിപ്പിക്കണമെന്നും മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ആവശ്യപ്പെട്ടു. കോടതിയിലുള്ള കേസിൽ നിയമമന്ത്രി ഇടപെടുന്നത് ഭരണഘടനാ വിരുദ്ധമെന്നും ബോർഡ് സൂചിപ്പിച്ചു. കേന്ദ്ര സർക്കാർ ഓർഡിനൻസ് കൊണ്ടുവന്നാൽ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുമെന്നും എല്ലാ രേഖകളും പരിശോധിച്ച് കേസ് തീർപ്പാക്കിയാൽ മതിയെന്നും ബാബറി ആക്ഷൻ കമ്മിറ്റി വ്യക്തമാക്കി. 2.77 ഏക്കർ ഭൂമി 3ആയി വിഭജിച്ച് നൽകിയ അലഹബാദ് കോടതി വിധിക്കെതിരെ 14 ഹർജികളാണ് സുപ്രീം കോടതിയിലുള്ളത്. സമയബന്ധിതമായി വാദം കേൾക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിൽ ജനുവരി 4-ന് സുപ്രീം കോടതി വാദം കേൾക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. സന്നിധാനത്ത് നിന്ന് വിഷ്ണു പ്രസാദ് ഇപ്പോൾ ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. വിഷ്ണു, പമ്പയിൽ നിന്ന് തങ്കയങ്കി രഥഘോഷയാത്ര ആരംഭിച്ചതായാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. സന്നിധാനത്തെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ആനന്ദ്, ശബരിമലയിലേക്കുള്ള തങ്കയങ്കി ഘോഷയാത്ര പമ്പ ഗണപതി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞു. ഇനി ഏതാനും മിനിറ്റുകൾ തന്നെ ബാക്കിയുള്ളൂ. വൈകിട്ട് 5:30 കൂടി ശബരിമല സന്നിധാനത്ത് 18ാം പടിക്ക് താഴെ 18ാം പടിക്ക് മുകളിലായി തങ്കയങ്കി ഘോഷയാത്ര എത്തും. 18ാം പടിക്ക് മുകളിൽ വെച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് അംഗങ്ങളും ചേർന്ന് തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിക്കും. തുടർന്ന് ശ്രീകോവിലിലേക്ക് ആനയിച്ച് കൊണ്ടുവരുന്ന ഘോഷയാത്ര അല്ലെങ്കിൽ തങ്കയങ്കി തന്ത്രിയും അതുപോലെ തന്നെ
തന്നെ മുഖ്യ പൂജാരിയും തമ്മിൽ മേൽശാന്തിയും തമ്മിൽ ചേർന്ന് സ്വീകരിക്കും. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഒരുക്കങ്ങൾ ശബരിമലയിൽ പൂർത്തിയായിരിക്കുന്നു. തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും സന്നിധാനത്ത് പൂർത്തിയായിരിക്കുന്നു. ശരംകുത്തിയിൽ നിന്നും സന്നിധാനത്തേക്ക് ഇപ്പോൾ ഭക്തരെ കടത്തിവിടുന്നില്ല. സന്നിധാനത്ത് ഉച്ചയ്ക്ക് 1 മണിക്ക് നട അടച്ചതിന് ശേഷം ഭക്തർക്ക് പ്രവേശനം ഉണ്ടായിട്ടില്ല. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷം അല്ലെങ്കിൽ വൈകിട്ട് ഒരു 4 മണിക്ക് ശേഷം മാത്രമാണ്, ഒരു 6 മണിക്ക് ദീപാരാധനയ്ക്ക് ശേഷം മാത്രമാണ് ഇനി ഭക്തർക്ക് പ്രവേശനമുള്ളൂ. എന്തായാലും ഇപ്പോൾ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ശബരിമലയിൽ വരേണ്ടിയിരുന്ന ഒരു സമയം. പക്ഷേ ഇപ്പോൾ പൂജയുടെ ഭാഗമായി തന്നെ അല്ലെങ്കിൽ ഈ ഒരു തങ്കയങ്കി ഘോഷയാത്രയുടെ ഭാഗമായി തന്നെ ആളുകളുടെ എണ്ണത്തിലും വലിയ രീതിയിലുള്ള ഒരു കുറവുണ്ട്. നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് പോലെ ഇന്നലെ ഈ നേരത്ത് ഇവിടങ്ങളിലെല്ലാം നിറച്ച് അയ്യപ്പ ഭക്തർ വിരിവെച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. എന്നാൽ ഇപ്പോൾ കുറച്ചു പേർ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ മാളികപ്പുറം ക്ഷേത്രവും പൂർണ്ണമായി അടച്ചിട്ടിരിക്കുകയാണ്. മാളികപ്പുറം ക്ഷേത്രം ഇനിയിപ്പോൾ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷം മാത്രം ശബരിമല നട തുറക്കുമ്പോൾ മാത്രമാണ് മാളികപ്പുറം ക്ഷേത്രത്തിലേക്കും ആളുകൾക്ക് പ്രവേശനമുള്ളൂ. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഒരുക്കങ്ങൾ പോലീസും തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയിട്ടുണ്ട്. സന്നിധാനത്ത് പോലീസ് നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ശരംകുത്തിയിലും പോലീസിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശരംകുത്തിയിൽ നിന്ന് ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടാത്തത്. നമ്മൾക്കിപ്പോൾ കാണാൻ കഴിയുന്ന പോലെ നിരവധി ഭക്തരാണ് തങ്കയങ്കി ഘോഷയാത്ര വന്നതിന് ശേഷം ദർശനം നടത്തുന്നതിന് വേണ്ടി മാളികപ്പുറത്തേക്കുള്ള വഴിയിൽ കാത്തു നിൽക്കുന്നത്. എന്തായാലും ഇപ്പോൾ ശബരിമലയിലേക്കുള്ള തങ്കയങ്കി ഘോഷയാത്ര മല കയറിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തങ്കയങ്കി ഘോഷയാത്ര ശബരിമലയിലെത്തും. തുടർന്ന് ദീപാരാധന നടക്കും. ഭക്തിസാന്ദ്രതയോടുകൂടി ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ ശബരിമല സന്നിധാനത്തിൽ തീർച്ചയായും വലിയ രീതിയിലുള്ളൊരു ഭക്തജന പ്രവാഹം തന്നെ ഈ ഒരു തങ്കയങ്കി ചാർത്തിക്കൊണ്ടുള്ള ദീപാരാധനയ്ക്കുണ്ടാവും. ആയിരങ്ങളാണ് ദീപാരാധനയിൽ പങ്കെടുക്കുക. നാളെയാണ് മണ്ഡലമാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ മണ്ഡലപൂജ ശബരിമലയിൽ നടക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ നടക്കും. ശേഷം ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി ദിവ്യദർശനത്തിനായി നട തുറക്കും. തുടർന്ന് സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കാണാൻ വേണ്ടി തീർത്ഥാടകരുടെ വലിയ രീതിയിലുള്ള പ്രവാഹമായിരിക്കും സന്നിധാനത്തേക്ക് ഉണ്ടായിരിക്കുക. ഇന്നും നിരവധി പേരാണ് ഇപ്പോൾ തങ്കയങ്കി ചാർത്തിക്കൊണ്ട് അയ്യനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഇവിടെ ശബരിമലയിൽ എത്തിയിരിക്കുന്നത്. ഇവരെല്ലാം തന്നെ ഇപ്പോൾ കാത്തിരിക്കുന്നത് അയ്യനെ ഒരു നോക്ക് കാണാനാണ്. സർവാഭരണ വിഭൂഷിതനായ തങ്കയങ്കി ചാർത്തിയ അയ്യനെ കാണാൻ വേണ്ടിയാണ്. പൊന്നമ്പലം ഭക്തിസാന്ദ്രമാകാൻ ഇനി ഏതാനും മിനിറ്റുകൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. എന്തു തന്നെയായാലും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായിരുന്ന ഭക്തജനത്തിന് ചെറിയൊരു വിരാമം മാത്രമേ ആയിട്ടുള്ളൂ. അതും ഈ ഒരു ചടങ്ങിന്റെ ഭാഗമായി മാത്രം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ്. എന്തായാലും ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റും വാർത്താ സമ്മേളനം വിളിച്ച് ഇക്കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്. വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ ശബരിമലയിൽ നടത്തിക്കഴിഞ്ഞു. എന്തായാലും ഈ ഒരു ശബരിമലയിലെ ഈ ഒരു മണ്ഡല പൂജയോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. നിലയ്ക്കലിൽ നമുക്കറിയാം ഈ വർഷം 2018 ശബരിമല തീർത്ഥാടനം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിരുന്നു. എന്നാൽ നിലയ്ക്കലിൽ എല്ലാ തരത്തിലും ഭക്തർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ദേവസ്വം ബോർഡും ഈ ഒരു മണ്ഡല മാസ അല്ലെങ്കിൽ ഈ ഒരു ശബരിമല സീസണെ വരവേറ്റത്. 15,000 പേർക്ക് വിരിവെക്കാനുള്ള സൗകര്യം ദേവസ്വം ബോർഡ് നിലയ്ക്കലിൽ ഒരുക്കി കൊടുത്തു. അതുകൂടാതെ മണ്ഡലപൂജ കഴിഞ്ഞ KSRTCയും ഭക്തർക്ക് വേണ്ടി വലിയ രീതിയിലുള്ള സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. നിലയ്ക്കലിലേക്കും അതുപോലെ മറ്റ് ദീർഘ റൂട്ടുകളിലേക്കുമുള്ള KSRTCയുടെ സർവീസുകൾ വർദ്ധിക്കും. എന്തായാലും കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഭക്തർ അക്ഷമരായി കാത്തിരിക്കുകയാണ്. ദീപാരാധനയ്ക്ക് ശേഷം തങ്കയങ്കി ചാർത്തിയുള്ള തങ്ങളുടെ പൊന്നയ്യനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഭക്തർ. എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഭക്തർ എത്രത്തോളമാണ് ഈ ഒരു സമയത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു ദീപാരാധന നടന്ന് അയ്യനെ സർവാഭരണ വിഭൂഷിതനായി കാണുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നത് എന്ന സന്നിധാനത്തെ ഓരോ മണൽത്തരിയും നമ്മളോട് പറയുന്നുണ്ട്. ആനന്ദ്, വിഷ്ണുപ്രസാദാണ് സന്നിധാനത്ത് നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചത്. ഏതായാലും തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര മല കയറിക്കൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം സന്നിധാനത്തെത്തും. 6 മണിയോടെ സർവാഭരണ വിഭൂഷിതനായി അയ്യനെ കാണാനുള്ള ഭക്തരുടെ കാത്തിരിപ്പ് തുടരുന്നു. ഏറ്റവും പുതിയ വിവരങ്ങളാണ് സന്നിധാനത്ത് നിന്ന് ലഭിച്ചത്. ഒരിടവേള. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി ചർച്ചകൾ ആരംഭിച്ചതോടെ കോൺഗ്രസിൽ സ്ഥാനാർത്ഥി മോഹികൾ ചരടുവലികൾ ആരംഭിച്ചു. മധ്യകേരളത്തിലെ 6 മണ്ഡലങ്ങളിലേക്കായി 50-ലേറെ നേതാക്കളാണ് ഹൈക്കമാൻഡിനെ സമീപിച്ചത്. ഇതിനിടെ കേരള കോൺഗ്രസിന്റെ കോട്ടയം സീറ്റിൽ ജോസ് കെ മാണിയുടെ ഭാര്യ നിഷയെ മത്സരിപ്പിക്കാനുള്ള ചരടുവലികൾ KM മാണിയും ആരംഭിച്ചു. മാവേലിക്കര മുതൽ തൃശൂർ വരെയുള്ള മധ്യകേരളത്തിലെ 7 ലോക്സഭാ മണ്ഡലങ്ങളിൽ കോട്ടയം ഒഴികെ 6ഉം കോൺഗ്രസ് സ്ഥാനാർത്ഥികളായിരുന്നു കഴിഞ്ഞ തവണ മത്സരിച്ചത്.
കേരള കോൺഗ്രസിന്റെ കൈവശമുള്ള കോട്ടയവും കോൺഗ്രസ് മത്സരിച്ച ഇടുക്കിയും പരസ്പരം വെച്ചുമാറാൻ ആലോചിച്ചെങ്കിലും മാണി ഗ്രൂപ്പിന്റെ നിസ്സഹകരണം മൂലം ആ നീക്കം തുടക്കത്തിലേ പൊളിഞ്ഞു. ഇടുക്കി തെരഞ്ഞെടുത്താൽ ജോസഫ് വിഭാഗത്തിന് നൽകേണ്ടി വരുമെന്ന തിരിച്ചറിവാണ് മാണിയെ ഇതിൽ നിന്നും പിന്തിരിപ്പിച്ചത്. കോട്ടയം സീറ്റിൽ ജോസ് കെ മാണിയുടെ ഭാര്യ നിഷയെ മത്സരിപ്പിക്കാനാണ് മാണിയുടെ ശ്രമം. കോട്ടയം ലഭിച്ചാൽ ഉമ്മൻചാണ്ടിയെ സ്ഥാനാർത്ഥിയാക്കാനായിരുന്നു കോൺഗ്രസിലെ ധാരണ. കോട്ടയം വിട്ടുതരില്ലെന്ന് മാണി അറിയിച്ചതോടെ ഉമ്മൻചാണ്ടിയെ ഇടുക്കിയിൽ മത്സരിപ്പിക്കാനും ആലോചനയുണ്ട്. എന്നാൽ ഇടുക്കി സീറ്റിനായി 7 പേർ രംഗത്തുണ്ട്. ഡീൻ കുര്യാക്കോസ്, മാത്യു കുഴൽനാടൻ, PC ചാക്കോ തുടങ്ങിയവരാണ് ഇടുക്കിക്കായി ഇടിക്കുന്നത്. എറണാകുളമാണ് UDF സ്ഥാനാർത്ഥി ബാഹുല്യം നേരിടുന്ന മറ്റൊരു മണ്ഡലം. സിറ്റിംഗ് MP KV തോമസിനാണ് മുൻതൂക്കം. സിമി റോസ്ബൽ ജോൺ, ഹൈബി ഈഡൻ, ടോണി ചമ്മണി, മുൻ കളക്ടർ MP ജോസഫ്, ഡൊമിനിക് പ്രസന്റേഷൻ എന്നീ നേതാക്കളും സീറ്റിനായി ശ്രമിക്കുന്നു. AK ആന്റണിയുടെ പിന്തുണ KV തോമസിനാണ്. എന്നാൽ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും സിമി റോസ്ബൽ ജോണിനു വേണ്ടി ഹൈക്കമാൻഡിൽ ശുപാർശ ചെയ്തു കഴിഞ്ഞു. നിലവിൽ PSC അംഗമായ സിമിയുടെ കാലാവധി ജനുവരിയിൽ പൂർത്തിയാകും. തൃശൂരിനായി PC ചാക്കോയും VM സുധീരനും കടുത്ത മത്സരത്തിലാണ്. തനിക്ക് ലഭിച്ചില്ലെങ്കിൽ TN പ്രതാപന് സീറ്റ് നൽകണമെന്നാണ് സുധീരന്റെ ഉപാധി. ചാലക്കുടി മണ്ഡലത്തിനായി KP ധനപാലൻ, TN പ്രതാപൻ, PC ചാക്കോ തുടങ്ങി നേതാക്കളുടെ ഒരു നിര തന്നെ രംഗത്തുണ്ട്. ചാലക്കുടി, തൃശൂർ മണ്ഡലങ്ങളിൽ 1 യൂത്ത് കോൺഗ്രസിന് നൽകാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ ചിത്രം മാറും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ശേഷിക്കുന്നുണ്ടെങ്കിലും ഇതിനകം തന്നെ കോൺഗ്രസിൽ മറ്റൊരു മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. സീറ്റിനായുള്ള നെട്ടോട്ടത്തിലാണ് പല പ്രമുഖ കോൺഗ്രസ് നേതാക്കളും കേരളത്തിൽ. ഇതിനിടെ കോട്ടയം സീറ്റിൽ ജോസ് കെ മാണിയുടെ ഭാര്യയെ മത്സരിപ്പിക്കാനുള്ള KM മാണിയുടെ നീക്കം UDFൽ മറ്റൊരു കലാപത്തിന് വഴി തുറന്നിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ്. കേരളത്തിൽ നടന്ന മാറുമറക്കൽ സമരം പോലെ വനിതാ മതിലും ശ്രദ്ധേയമാകുമെന്ന് മണിമലർക്കാവ് സമരനായിക മീനാക്ഷി പ്രതികരിച്ചു. 1956 മണിമലർക്കാവ് മാറുമറക്കൽ സമരത്തിന് ഞങ്ങളൊത്ത് പരിശ്രമിച്ചതുപോലെ, സമരം ചെയ്തതുപോലെ ഇപ്പോഴും ചിലർ അങ്ങനെ തുടരണം. അതിനുവേണ്ടി എൻ്റെ ആശംസകൾ. ന്യൂട്രൻസ് ഇന്റർനാഷണൽ ബ്യൂട്ടി സ്കൂളിന്റെ നേതൃത്വത്തിൽ പുതുവത്സരത്തോടനുബന്ധിച്ച് 200 കുട്ടികൾക്ക് ബ്യൂട്ടി തെറാപ്പിസ്റ്റ് കോഴ്സിൽ സൗജന്യ പരിശീലനം നൽകും. ഈ സൗജന്യ പരിശീലനത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് ജോലി ഉറപ്പാക്കുമെന്ന് ന്യൂട്രൻസ് ഇന്റർനാഷണൽ ബ്യൂട്ടി സ്കൂളിന്റെ ഡയറക്ടർ ഷഹാന അറിയിച്ചു. ട്രെയിനിങ്ങിൽ ഭക്ഷണവും താമസവും സൗജന്യമാണ്. കോസ്മെറ്റോളജി, ഹെയർ ടെക്നോളജി, ബ്യൂട്ടി കൾച്ചർ, സ്പാ തെറാപ്പി, മേക്കപ്പ് തുടങ്ങിയ കോഴ്സുകളും ഇവിടെയുണ്ട്. ഇന്റർനാഷണൽ ബ്യൂട്ടി കോച്ചിങ്ങിൽ 5 വർഷത്തെ സേവന പാരമ്പര്യം ന്യൂട്രൻസിനുണ്ട്.